നിങ്ങള് മൂന്നും എന്താ ഇവിടെ നിൽക്കുന്നേ? ആ ആ, അത് 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 പിന്നെ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ആ ചേച്ചിയെ കാണാനായിട്ട് വന്നതാ. ആണോ ഏട്ടത്തി? ആ അതെ കുട്ടാ. എന്നിട്ട് കണ്ടോ ഫ്രണ്ടിനെ? എന്ത് പറ്റിയതാ കൂട്ടുകാരിക്ക്? ആക്സിഡന്റ്? ഓ നശിപ്പിച്ച് രണ്ടും. ആക്സിഡന്റ് ആണോ തലവേദനയാണോ? അത് ആ ചേച്ചിക്ക് നേരത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടായതായിരുന്നു. അതിന്റെ കൂടെ ഇപ്പൊ തലവേദന ഉണ്ടെന്ന് പറഞ്ഞത്. അത് പറഞ്ഞപ്പോ ഇവർക്ക് മാറിപ്പോയതാ അല്ലേ ഏട്ടാ? ആണോ? നിങ്ങൾ കണ്ടോ ഫ്രണ്ടിനെ? ഇല്ലെങ്കിൽ വാ, ഞാനും കൂടി വരാം. അയ്യോ അത് വേണ്ട. ഞങ്ങള് കണ്ടായിരുന്നു ആ ചേച്ചീനെ. ഇപ്പൊ ആ ചേച്ചി ഉറങ്ങാ. എന്നാ പിന്നെ വാ നമുക്ക് ഉറങ്ങാം. ഉറങ്ങാനോ? അല്ല ഇറങ്ങാന്ന് ഒരക്ഷരം മാറിപ്പോയതാ. ആ കുക്കു, നീ നടന്നോ. എനിക്ക് ലീന സിസ്റ്ററിനെ ഒന്ന് കാണണം. ഞങ്ങള് കണ്ടിട്ടിപ്പോ വരാം. കുക്കു മോളെ അവനെയും കൊണ്ട് പോയിക്കോ, ഞങ്ങളിപ്പോ വരാം. ആ ഓക്കെ ചേച്ചി. എങ്കില് നിങ്ങൾ പോയിട്ട് വാ. കുക്കു വാ. വാ പോകാം. ഹോ കുക്കു ഉണ്ടായിരുന്നത് കൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതെ, താൻ എന്തായാലും വാ. ടെസ്റ്റ് റിപ്പോർട്ട്സും റിസൾട്ടും വാങ്ങിയിട്ട് വേഗം പോകാം. ഇല്ലെങ്കിൽ അവന് സംശയവും. താൻ റെക്കോർഡ്സ് എല്ലാം തന്റെ ബാഗിൽ വെച്ചാൽ മതി കേട്ടോ. ശരി ഏട്ടാ. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരം ആയായിരുന്നോ? ഏയ് ഇല്ല, ഒരു 40 മിനിറ്റ് അത്രേ ആയുള്ളൂ. ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നതല്ലേ? തനിക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല എനിക്കിപ്പോ ഒന്നും വേണ്ട, വിശക്കുന്നില്ല. ഞാൻ ആനിവേഴ്സറിക്കുള്ള ഫുഡിന്റെ കാര്യം വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. 10,000 അറൗണ്ട് ആണ് ക്യാഷ് പറയുന്നത്. ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തതിന്റെ കൂടെ തന്നെ. അച്ഛന്മാര് ചിലപ്പോ ഒന്ന് വട്ടം കൊള്ളാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാ ഞാൻ. അത് സാരമില്ല. എടോ, തനിക്ക് എന്നോട് എന്തെങ്കിലും? ഹലോ ഹരിയേട്ടാ. ഇങ്ങേർക്കിതെന്തു പറ്റി? സാധാരണ ഹരിയേട്ടന്റെ പേര് കേട്ടാല് ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ ആണല്ലോ. ഇപ്പൊ ഇതെന്ത് പറ്റിയാവോ? ഹലോ കുക്കു. പറ ഹരിയേട്ടാ. നീ കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? ഞാൻ നിന്റെ കോളേജിന്റെ മുന്നിലുണ്ട്. ആണോ? എന്നാലേ ഹരിയേട്ടൻ അവിടെ നിന്ന് വായി നോക്കാതെ വീട്ടിലേക്ക് വിട്ടോ. ഞാൻ ചേച്ചിയുടെ ഏട്ടന്റെയും കൂടെ. ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ പോലും അയാൾക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് വെറുപ്പായിരിക്കുമല്ലേ എന്നോട്. നിങ്ങൾ എങ്ങനെയാ കുക്കു വരണേ? അത് നേരജനേട്ടനുണ്ട് എന്റെ കൂടെ. ഏട്ടന്റെ കൂടെ ഞാൻ കാറിൽ വരാം. കുക്കു പോകാം നമുക്ക്. ഹരിയേട്ടാ ഞാൻ വെക്കും. അതേ ഏട്ടൻ വന്നു. ബൈ, പിന്നെ വിളിക്കാം. ഏട്ടാ വാ പോകാം. നീ ഡ്രൈവ് ചെയ്തോ. അല്ലേലും ഞാനാണല്ലോ ഡ്രൈവ് ചെയ്യാറ്. നിന്ന് താളം ചോട്ടാതെ പോയി വണ്ടി എടുക്കടാ. നിരൂപേട്ടാ. എന്താ മോളെ? അത് ഞാൻ നേരജനേട്ടന്റെ കൂടെ ഫ്രണ്ടിൽ ഇരുന്നോട്ടെ. ഏട്ടൻ ചേച്ചിയുടെ കൂടെ ഇരിക്കാവോ? എന്താടി കള്ളി, ഒരു കള്ളലക്ഷണം. എന്ത് കള്ളലക്ഷണം? എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഉള്ളൂ, അത്രേ ഉള്ളൂ. വിശ്വസിച്ച് ചെല്ല്, കേറി ഇരുന്നോ കെട്ടിയന്റെ കൂടെ. താങ്ക്സ്. ഇതെന്താ മാഡം ഇവിടെ കേറിയിരിക്കുന്ന? സാധാരണ പുറകിലല്ലേ ഇരിക്കാറ്? ചെറുക്ക വണ്ടി എടുക്കടാ. എടുക്കോ ഏട്ടാ. അതെ, അപ്പോ എങ്ങനെ കാര്യങ്ങള്? എന്ത് കാര്യങ്ങള്? അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറി ഇങ്ങ് അടുത്തു. ഇനി കുറച്ച് പ്ലാൻ റെഡിയാക്കട്ടെ. അതിനല്ലേ ജീവനങ്ങളും സീമാമ്മയും. എന്തായാലും ആനിവേഴ്സറിക്ക് വിളിക്കേണ്ടവരെ എല്ലാരും വിളിച്ചല്ലോ ഏട്ടൻ. ഓൾമോസ്റ്റ്. ഇദ്ദേഹം ഫുഡിന് ഓർഡർ കൊടുത്തു. ഞാൻ സ്റ്റേജും ഡെക്കറേഷനും വിളിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ഇനി പ്രശ്നം? കുക്കുമോളെ, വലിയൊരു ടാസ്ക് കിടക്കുമല്ലേ. അമ്മേനെ അച്ഛനെ അവിടെ എത്തിക്കണ്ടേ. അതിപ്പോ നമ്മുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാല് അത് അവര് വേണ്ട രീതിക്ക് സെറ്റ് ചെയ്തോളൂ. ഞാൻ ഒരു കാര്യം പറയാം. ആനിവേഴ്സറിയുടെ തലേന്ന് രാവിലെ അച്ഛന്മാരും അമ്മമാരും അല്ലറ ചില്ലറ ഷോപ്പിങ്ങോ ട്രിപ്പോ ഒക്കെ നടത്തട്ടെ. ആ സമയത്ത് ഞാനും നിരൂപേട്ടനും കുക്കുവും കൂടി പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ഫാം ഹൗസിൽ സെറ്റ് ആക്കാം. നമ്മുടെ പ്ലാൻ പ്രകാരം ഒരു 10 മണി വരെയല്ലേ പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും ബന്ധുക്കളെല്ലാം എത്തുന്ന രീതിക്ക് കാര്യങ്ങൾ റെഡിയാക്കാം. അതെ, എന്നിട്ട് എല്ലാവരും സമയത്തിനെത്തിയാ മതി. അപ്പോ അങ്ങനെ മതിയല്ലേ? നിന്നോടാ അവള് ചോദിച്ചത് അങ്ങനെ പോരേന്ന്. ഏട്ടാ, എന്റെ കാര്യ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന സമയത്ത് എനിക്ക് വല്ല എമർജൻസി കേസും വന്നാല് നൈറ്റ് വരുന്ന കാര്യമൊക്കെ പാടായിരിക്കും. അതൊക്കെ എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ നോക്കാം. ഏട്ടാ. മക്കളെ, ഏട്ടൻ. അയ്യോ, ഈ നിമ്മി ഇതെല്ലാം കൊളമാക്കും. എന്തു പറ്റി നിമ്മിയമ്മേ? മക്കളെ ആദ്യമായിട്ട് കണ്ട പോലെ. അമ്മ എന്തിനാ ഇങ്ങനെ ഒരേ സമയം കരയും ചിരിക്കുകയെല്ലാം ചെയ്യുന്നേ? അത് പിന്നെ എടാ മോനെ, അത് വേറൊന്നുമല്ല. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഒരു സ്വപ്നം കണ്ടു. സ്മൃതിക്കും കുക്കുമിനും ഒരു പനി വരുന്നത്. അപ്പൊ അത് കണ്ടപ്പോ മുതലുള്ള വെപ്രോൾ ഇവക്ക്. ഇപ്പൊ മക്കളെ കണ്ടപ്പോ അവക്ക് സമാധാനമായി. അല്ലേ നിമ്മി? അതെ അതെ തന്നെ. അതായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. എങ്കില് സ്നേഹപ്രകടനം നടക്കട്ടെ. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം.
എന്റെ പൊന്നു നിമ്മി, തന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ സ്നേഹപ്രകടനം ഒന്നും ഇപ്പൊ വേണ്ടാന്ന്. നിരഞ്ജന് വല്ല സംശയം തോന്നിയിരുന്നെങ്കിലോ? ഞാൻ പെട്ടെന്ന് ഞാനതൊന്നും ഓർത്തില്ല. എന്റെ മക്കളെ കണ്ടപ്പോ പെറ്റ വരന്റെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാകില്ല. അമ്മ കരയാതെ, ഇപ്പൊ എല്ലാം ശരിയായല്ലേ? കുക്കുവിന് എന്റെ കിഡ്നി ചേരുമല്ലോ. ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് സ്പീഡപ്പ് ആക്കാം. നിരഞ്ജനെ ഇവിടുന്ന് മാറ്റുന്ന കാര്യം ഇനി ഒരു പ്രശ്നമായിട്ടുള്ളൂ. അത് നമുക്ക് റെഡിയാക്കാം. എല്ലാം ഭംഗിയായി വന്നാ മതിയായിരുന്നു. നിരുപേട്ട, അപ്പോ എങ്ങനെയാ പ്ലാൻ? എപ്പോഴാ നമ്മൾ ഇറങ്ങുക? നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് ഇറങ്ങാം. കുക്കുവിന് താനൊരു മെസ്സേജ് അയച്ചേക്ക്. അമ്മയോടും അച്ഛനോടും ഞാൻ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ ഇറങ്ങും, ജാനച്ഛനെയും നിമ്മിയമ്മയും കൂട്ടി. നിരഞ്ജന്റെ കാര്യം എങ്ങനെയാ? അവന് എമർജൻസി ഒന്നും ഇല്ലെങ്കിൽ നേരത്തെ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് വൈകും. അത് സമയമാകുമ്പോൾ അവനങ്ങ് എത്തിക്കോളും. താൻ കുക്കുവിനെ വിളിച്ച് കാര്യം പറ. ഹോസ്പിറ്റലിൽ വല്ല എമർജൻസി വന്നാൽ നേരച്ചനേട്ടൻ ഫംഗ്ഷന് വന്നില്ലെങ്കിലോ? ഒരു പക്ഷെ ഇതെന്റെ അവസാനത്തെ ഫംഗ്ഷനായി പോയാലോ? അപ്പോ ഏട്ടൻ കൂടെ ഇല്ലെങ്കിൽ അതുമില്ല. ഏട്ടൻ വൈകാതെ തന്നെ കാനഡയ്ക്ക് പോവില്ലേ? പിന്നെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലെങ്കിലോ? കിച്ചേട്ടന്റെ കൂടെ കുറച്ച് സമയം ഇരിക്കണം എന്നൊക്കെ തോന്നുമോ? എന്തിപ്പോ ചെയ്യാ? ചേച്ചി ഏട്ടനെ ഇപ്പൊ മിക്കവാറും എന്നെ വിളിക്കും ഫാം ഹൗസിൽ പോകാൻ. ആടി പറ. നീ ഇന്ന് ക്ലാസ്സിന് വരൂലേ? അതെന്താടി അങ്ങനെ ചോദിച്ചേ? ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എടി, ഇന്നല്ലേ മറ്റേ എക്സ്പോയ്ക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓ, ഞാൻ വരുന്നില്ലടി. എടി, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് വരാടി. രാവിലെ പോയാലും ഉച്ചയൊക്കെ ആകുമ്പോ തിരികെ എത്തുമെന്നാ മിസ് പറഞ്ഞത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടാവില്ല, നമുക്ക് ചാടാടി. ഇതിന്റെ പേരും പറഞ്ഞ് കോളേജിലേക്ക് പോയാലോ? ഏട്ടനോട് ചേച്ചിയോട് വല്ല കള്ളവും പറയാം. എന്നിട്ട് നരജരേട്ടനെ കൂട്ടി ഫാം ഹൗസിലേക്ക് പോവാം. ഡി കുക്കു, നീ എന്താ ഒന്നും പറയാത്തെ? ആടി, ഞാൻ വരാം. നീ ഫോൺ വെച്ചോ. എവിടെ വരുന്ന കാര്യം മോനെ നീ പറയുന്നേ? അത് ചേച്ചി അഞ്ചുവാ വിളിച്ചത്. ഇന്ന് കോളേജിൽ നിന്ന് എക്സ്പോയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോ ഞാൻ വരുമോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ നീ കോളേജിൽ പോകുവാണോ? അതെ ചേച്ചി. ഇത് ചിലപ്പോ പറ്റിയില്ലെങ്കിലോ? ഡേ പെണ്ണെ, നീ എന്റെ കൈ നല്ല വീക്ക് മേടിക്കേ. നിനക്ക് എക്സ്പോയ്ക്ക് പോണെങ്കിൽ പോയിക്കോ. അതിന് ഇമ്മാതിരി തല്ലുള്ളി തരാൻ ഇനി പറഞ്ഞുണ്ടല്ലോ. ഏയ് ഇല്ല എന്റെ മാഡം. അല്ല ചേച്ചി എന്തിനാ ഇങ്ങ് വന്നേ? നെടുപേട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന്. അത് പറയാൻ ഞാൻ നിന്നെ വിളിച്ചപ്പം നീ വേറെ ഏതോ കോളിലായിരുന്നു. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഓ അങ്ങനെ. അല്ല, എക്സ്പോ കഴിഞ്ഞ് നീ അങ്ങ് വരുവോ തനിച്ച്? അത് പിന്നെ തനിച്ച് വരാൻ നിക്കണ്ട. കാടാ നരഞ്ചന്റെ കൂടെ വൈകിട്ട് അങ്ങ് എത്തിയാൽ മതി. കോളേജിൽ നിന്ന് വന്ന് റെഡി ആയിട്ട് നിൽക്ക്. അവനോട് വന്ന് കൂട്ടാൻ ഞാൻ പറഞ്ഞോളാം. അവൻ ഇതുവരെ എണീറ്റില്ലെന്ന് തോന്നുന്നു. എങ്കില് ചേച്ചി പറയണ്ട, ഞാൻ പറഞ്ഞോളാം. നിങ്ങള് ഇറങ്ങാൻ നിൽക്കുവല്ലേ? അച്ഛനമ്മമാരൊക്കെ ഇപ്പൊ പോകില്ലേ? എങ്കില് നീ പറഞ്ഞാ മതി. ഞാൻ നിരൂപനോട് ചെന്ന് നീ വരുന്നില്ല എന്ന് പറയട്ടെ. ശരി ചേച്ചി. എന്റെ കൃഷ്ണ, ഇത്രയും വേഗം ഇത് സെറ്റാക്കി തരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. താങ്ക് യു സോ മച്ച്. അച്ഛനും അമ്മയൊക്കെ പോയോ നിരൂപേട്ട? ഇപ്പൊ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഇറങ്ങാം. അല്ല, കുക്കു എവിടെ? അവള് വരുന്നില്ലാന്ന്. അവൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ എക്സ്പോയ്ക്ക് പോകണമെന്ന്. വൈകിട്ട് നരഞ്ചന്റെ കൂടെ വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈയിടെയായി എന്റെ കുരുട്ടുബുദ്ധി കുക്കുവിനും പകർന്നു തുടങ്ങിയോന്ന് എനിക്കൊരു സംശയം. അവൾക്ക് നരഞ്ചന്റെ കൂടെ വരാൻ വേണ്ടിയാണെന്ന് എനിക്ക് ആ പറച്ചില് കേട്ടപ്പോഴേ മനസ്സിലായത്. എന്തെങ്കിലും ആവട്ടെ, അവളെ ഹാപ്പി ആയിട്ട് ഇരുന്നാ മതി. വാ, നമുക്ക് ഇറങ്ങാം എന്തായാലും. അല്ലടോ, നരജനോട് പറയണ്ടേ കുക്കു അവന്റെ കൂടെ വരുന്ന കാര്യം? അവള് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, അവൻ ഇതുവരെ എഴുന്നേറ്റതുമില്ല. എങ്കില് കുക്കു നോക്കിക്കോളും ബാക്കി. വാ, നമുക്ക് ഇറങ്ങാം. ഞാൻ ഹരിയെ കൂടെ വിളിച്ചിട്ടുണ്ട് കുറച്ച് സഹായത്തിന്. അതെന്തായാലും നന്നായി. എന്താ പിന്നെ വാ, ഇറങ്ങാം. അവരൊക്കെ പോയെന്നാ തോന്നുന്നത്. നരജരന്റെ കാർ അവിടെ കിടപ്പുണ്ട്. അപ്പോ പോയി കാണില്ല. ചെന്ന് നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ചിലപ്പോ റൂമിലായിരിക്കും. പോയി നോക്കാം. ഇതൊക്കെ എപ്പോ കൊണ്ടുവച്ചെങ്കില് ഞാൻ പോകുന്നവരെ ഇല്ലായിരുന്നല്ലോ. ഓഹോ, സാർ ഇതുവരെ എഴുന്നേറ്റില്ലല്ലേ? അല്ല, ഇന്ന് ഹോസ്പിറ്റലിലൊന്നും പോകണ്ടാവോ? ഈശ്വര, എനിക്ക് കൺട്രോൾ തരണേ. ഇങ്ങനെയൊക്കെ വന്ന് കിടന്നാൽ ഒരു ഭാര്യയായി ഞാൻ എന്ത് ചെയ്യും? നേരത്തെയൊക്കെ അറിയാതെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടെങ്കിലും ഒരു കിസ്സൊക്കെ കിട്ടുമായിരുന്നു. എന്റെ കയ്യിലിരുന്ന് കാരണം ആ കോട്ട നിന്നു. അങ്ങോട്ട് കൊടുക്കാനും വയ്യ, ഇങ്ങോട്ട് വാങ്ങാനും വയ്യല്ലോ ഇപ്പൊ. ഇനി നോക്കിയിരുന്നാലും ഞാൻ വല്ല ആക്രമണം അങ്ങോട്ട് കാണിക്കും. വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ് നല്ലത്. ഹലോ ഹലോ ഡോക്ടറെ, എഴുന്നേൽക്കുന്നില്ലേ? നേരം വെളുക്കും മുമ്പ് എന്തിനാ പിന്നെ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നേ?
അല്ലെങ്കിൽ തന്നെ 24 മണിക്കൂർ ഇപ്പൊ നീ എന്റെ തലയിൽ. ഇനി ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് എനിക്ക് ഓരോ തോന്നലൂടെ ഉണ്ടാക്കി തരില്ല പെണ്ണേ. ഇങ്ങനെ എന്തോന്നു? ഹലോ മിസ്റ്റർ, ഒന്ന് എണീക്കോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിപ്പോ തോന്നിയതല്ലായിരുന്നോ? താനെപ്പോ വന്നു? അല്ല, ഇതെന്താ ഇവിടെ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താടോ? ഏട്ടനും ചേച്ചിയും അമ്മയൊക്കെ പോയി. എനിക്കിന്ന് കോളേജിൽ പോണം, ഒരു എക്സ്പോ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരും. വൈകിട്ട് ഡോക്ടർ ഫാം ഹൗസിലേക്ക് പോകുമ്പോൾ എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകോ? പിന്നെന്താ, നമുക്ക് പോകാടോ. കോളേജിൽ നിന്ന് വന്നിട്ട് താൻ റെഡിയായി നിന്നാ മതി. എന്തേലും ഉണ്ടേല് ഞാൻ വിളിച്ചോളാം. ഓക്കെ, എങ്കില് ഞാൻ പോവാ. പിന്നെ എനിക്ക് എന്താടോ? എനിക്കൊരു 500 രൂപ തരുമോ? എക്സ്പോയ്ക്ക് പോവുകയല്ലേ, കയ്യില് ക്യാഷ് വേറെ ഇരിപ്പില്ല, എല്ലാം അക്കൗണ്ടിലാ. അതായിരുന്നോ? എന്റെ പേഴ്സിൽ നിന്ന് എടുത്തോ? അല്ല, എടുത്തു തന്നാ മതി. വേണ്ട, താൻ എടുത്തോ. പേഴ്സ് ആ ടേബിളിൽ ഇരിപ്പുണ്ട്. പേഴ്സ് കിട്ടി. ഇതെന്റെ ഫോട്ടോ. അപ്പോ ചുവരില് മാത്രമല്ല, പേഴ്സിലും ഞാൻ കീറിയെന്നർത്ഥം. എന്താണ് മോനെ ഇച്ചേട്ടാ, വല്ല ഇഷ്ടവും തുടങ്ങിയോ എന്നോട്? കിട്ടിയോ? ഇല്ല, ഇതില് 2000 ആണ്, 500 ഇല്ല. എങ്കില് താനതെടുത്തോ. വേറെ എന്തേലും ആവശ്യം വന്നാല് വേണ്ടേ? ശരി. പിന്നെ ഇന്ന് അമ്മയ്ക്കും അച്ഛനും എന്ത് ഗിഫ്റ്റാ കൊടുക്കുന്നേ? താൻ എന്തേലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ ഡ്രസ്സ് മേടിക്കാന്നാ ഓർത്തത്. തനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കാം. ഞാനൊരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ്? അത് വൈകുന്നേരം എത്തും, അപ്പൊ കാണിക്കാം. എങ്കിലും ശരി, അങ്ങനെ ചെയ്യാം. എന്നാ ഞാൻ പോട്ടെ. ഓക്കേടോ, ചെല്ല്. ഡോക്ടർ ഒന്ന് പോകുന്നില്ലേ ഹോസ്പിറ്റലില്? ഉണ്ട്, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ഇറങ്ങും. ഇന്ന് OPക്ക് മായ കയറിക്കോളും. എനിക്ക് 2 ഡെലിവറി ഉണ്ട്, അതുകൊണ്ടാ ഈ സമയത്ത് പോകുന്നത്. എന്നാ ശരി, ഞാൻ പോവാ. ഇയാള് വന്നിട്ട് കുറെ നേരം ആയി കാണൂ. ദൈവമേ, ബോധമില്ലാതെ എന്തോ പറയുകയും ചെയ്തു. എന്തെങ്കിലും ആവട്ടെ, പോയി റെഡിയാവാം. എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങണം. അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് മൊമെന്റ്സ് ആയിരിക്കും ചിലപ്പോൾ ഇത്. ഞാൻ ഇനി തിരികെ വരുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതെന്താ ഒരൊച്ച? അടുക്കളയിൽ നിന്നാണല്ലോ. എല്ലാരും നേരത്തെ ഇറങ്ങിയതല്ലേ? ഇപ്പൊ ഇതാരാ? താൻ പോയില്ലായിരുന്നോ? ഇല്ല, ഞാൻ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോ ഇവിടുന്ന് കഴിക്കാന്ന് ഓർത്തു. ഡോക്ടർക്കും കൂടി എടുക്കട്ടെ? എടുത്തോ. എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പറഞ്ഞത്? ചിലപ്പം നിന്നെ ഒന്ന് ഫുഡ് ഉണ്ടാക്കി കാണില്ലായിരിക്കും, അതായിരിക്കും. എന്തേലും ആവട്ടെ. ഇരിക്ക്, ഞാൻ വിളമ്പാം. താനും ഇരിക്ക്, എന്നിട്ട് കഴിക്ക്. കഴിക്കാം. നോം എന്തായി കാണുന്നേ? ഇന്ത്യ പാകിസ്ഥാനോ ഒന്നായോ? എന്താ ഒരു ക്യൂട്ട്നെസ്! ഇങ്ങനെയൊക്കെ റൊമാൻസിക്കാൻ ചാൻസീറാണെങ്കിലും ഹിറ്റ്ലർ മാധവൻകുട്ടിക്ക് അറിയാവോ? എനിക്ക് പയ്യ പോ അങ്ങോട്ട്, നാണം വരുത്. താൻ ബസ്സിനാണോ പോകുന്നത്? അതെ. ഞാൻ ആ വഴിക്കാ. താൻ വരുന്നോ എൻ്റെ കൂടെ? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ, സാരമില്ല. ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ഈശ്വര, എനിക്കിതെന്താ പറ്റി? എൻ്റെ ഉള്ളില് ഞാൻ അറിയാതെ എന്തോ ഒന്ന് നടക്കുന്ന പോലെ ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുക. എന്താ ഇങ്ങനെ? എനിക്ക് അവളോട് പ്രേമമാണോ? എന്നാ പോകാം. പോകാം.
ഞാൻ ഇറങ്ങുമ്പോ വിളിക്കാം. ശരി, സൂക്ഷിച്ചു പോയിട്ട് വാ. അകന്നു പോകുമ്പോൾ അറിയാതെ തന്നെ അവൾ അടുത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നത്. അത്രയ്ക്ക് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിച്ചാലും ഇനി ഒരിക്കലും അവളുടെ സ്നേഹം എനിക്ക് കിട്ടില്ലല്ലോ. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത് നനജ. എക്സ്പെക്റ്റേഷനാണ് ഏറെ വേദനിപ്പിക്കുന്നത്. അവൾ ഇനി പഴയ പോലെ എന്നെ സ്നേഹിക്കില്ല, അത് ഓർമ്മ വേണം. റെഡ് ക്രോസ് ക്യാമ്പ് കഴിഞ്ഞ് വന്നാൽ കൃതിക്ക് അവളുടെ വഴിക്ക് വിടണം. ഇനിയെങ്കിലും അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ. ചേട്ടാ, കേക്ക് മുറിക്കുമ്പോൾ പടക്കം പൊട്ടിക്കണം കേട്ടോ. പിന്നെ വരുന്ന വണ്ടിയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിടാൻ പറയണേ. എന്താണ് അളിയ, തിരക്കിലാണോ? ആ അളിയ, ഇതെന്താ ഇപ്പോഴാണോ വരുന്നത്? ഓഹ്, ഒന്നും പറയണ്ട അളിയ, വരുന്ന വഴിക്ക് വഴി ചെറുതായിട്ടും തെറ്റിപ്പോയി, അതാ ലേറ്റ് ആയത്. അല്ല, എവിടെ സ്മൃതിയും കുക്കും ഒക്കെ? സ്മൃതി ആ സ്റ്റേജിന്റെ കാര്യങ്ങൾ നോക്കാൻ പോയതാ. പിന്നെ കുക്കു വന്നില്ല, വൈകുന്നേരം വരും. അവൾക്ക് കോളേജിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട്. നിരഞ്ജൻ ഹോസ്പിറ്റലിലായിരിക്കും അല്ലേ? ആ, അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങും. അളിയ വന്നേ, നമുക്ക് കുറച്ച് പണിയുണ്ട്. ആ വരുന്നളിയ, എനിക്കൊരു കോൾ വിളിക്കാനുണ്ട്, ഞാൻ ഇപ്പൊ വരാം. ആ എങ്കിലും ശരി. അപ്പോ ഇന്ന് നിരഞ്ജൻ ഇങ്ങോട്ട് തനിച്ചാണ് വരുന്നത്. ഹോസ്പിറ്റലിലെ വർക്കും പ്രഷറും എല്ലാം കൊണ്ട് ആകെ മടുത്തായിരിക്കും വരുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളെ നമ്മൾ ക്രൂശിക്കാൻ പാടില്ലല്ലോ. അങ്ങ് ഹെൽപ്പ് ചെയ്യുകയല്ലേ വേണ്ടത്. നീ എന്താ നിരഞ്ജ പറഞ്ഞത്? കൃത്യക്ക് നീ ഒരിക്കലും എനിക്ക് തരില്ലെന്നോ? വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. നിന്നെ പരലോകത്തേക്ക് പറഞ്ഞു വിട്ടാ പിന്നെ എന്റെ കൃതിക ഫ്രീ ആണല്ലോ. ഡിവോഴ്സും വേണ്ട, ഫോഴ്സിങ്ങും വേണ്ട. ഹലോ, ഞാനൊരു ഫോട്ടോ അയച്ചേക്കാം, അവനെ അങ്ങ് തീർത്തേക്ക്. ഡോക്ടറാ, പേര് നിരഞ്ജൻ, CNC ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ സാർ, ക്യാഷ് ഞാൻ അയച്ചേക്കാം. നീ കാര്യം കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചേക്ക്, എന്നിട്ട് ആ നമ്പർ അങ്ങ് കളഞ്ഞേക്ക്. ഓക്കെ. നിരഞ്ജൻ മേനോൻ, നിന്റെ കൗണ്ട് ഓൺ തുടങ്ങിക്കഴിഞ്ഞു. കുക്കു വീട്ടിലെത്തി കാണോ ആവോ? എനിക്കിനി ഒരു സിസേറിയൻ കൂടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പം എന്തായാലും 5 മണി കഴിയും. വീട്ടിൽ പോയി റെഡിയായി വരാനുള്ള സമയമൊന്നുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ കുക്കു. ഡോക്ടർ ഇറങ്ങിയോ? ഇല്ലടോ, ഇനിയൊരു സിസേറിയൻ കൂടിയുണ്ട്. ആണോ? ഇനിയിപ്പോ എപ്പോഴാ ഇറങ്ങാൻ പറ്റുക? അത് കുറച്ച് സമയമെടുക്കും, എന്നാലും സാരമില്ല, നമുക്ക് പോകാം. താൻ പറ്റുമെങ്കിൽ വീട്ടിൽ ചെന്ന് എനിക്കൊരു ഡ്രസ്സും എടുത്ത് ഇങ്ങോട്ട് വരുമോ? നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. ആ ഓക്കെ, ഞാൻ വരാം. ഏത് ഡ്രസ്സാ എടുക്കേണ്ടേ? പാൻസും ഷർട്ടും മതി. അതിൽ നിന്ന് തനിക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തോണ്ട് വാ. എന്നാ പിന്നെ ഞാൻ വെക്കുക, എനിക്ക് ഡെലിവറിക്കുള്ള ടൈമായി. താൻ വന്നിട്ട് എൻ്റെ ക്യാബിനിൽ വന്നിരുന്നാൽ മതി. ഞാൻ ഡെലിവറി കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളാം. ശരി. ആ വൈറ്റ് ഷർട്ടും ഗ്രേ പാൻസും എടുത്തോണ്ട് വരാൻ പറയാനുള്ളതായിരുന്നു. ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് വരട്ടെ. സർ, കബോഡിയിൽ നിന്നുള്ള സ്റ്റോക്ക് ഇന്നെത്തും. സാറ് വരുമോ? ഇല്ല, അത് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. ഞാൻ വേറെ കുറച്ച് പരിപാടിയില്ല. സോറി, ഞാൻ കണ്ടില്ല. ഇറ്റ്സ് ഓക്കെ. കൃതിക മോളെ. അമ്മാവാ. മോളെന്താ ഇവിടെ? അല്ല, ഇതെന്താ കവറില്? ഇന്നലെ ആനിവേഴ്സറി ഫംഗ്ഷൻ. നിരഞ്ജനേട്ടന് സിസേറിയൻ അറ്റൻഡ് ചെയ്യേണ്ടത് കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഏട്ടനുള്ള ഡ്രസ്സ് എടുത്തോണ്ട് വന്നതാ ഞാൻ. ഓ, എന്നിട്ട് ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പോകാനായിരിക്കും അല്ലേ? അതെ. അല്ല, അമ്മാവൻ വരില്ലേ? ഞാൻ നോക്കട്ടെ മോളെ, ഉറപ്പ് പറയുന്നില്ല. കുറച്ച് മെഡിസിൻസും എക്യുപ്മെന്റ്സും വരാനുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. മീനു, മനു, അമ്മായിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? എങ്കിലും ശരി അമ്മാവ. അമ്മാവന്റെ ജോലി നടക്കട്ടെ. ഞാനെന്താ അങ്ങോട്ട്. ശരി മോളെ. എന്റെ മോള് നിൽക്കേണ്ട സ്ഥാനത്ത് കയറി ഇരുന്നിട്ട് അവളുടെ ഒരു സ്നേഹപ്രകടനം. സാർ. ഫെലിക്സ്, നീ നേരത്തെ ഇങ്ങ് പോന്നോ? പോന്നു. അല്ല, ആ പോയ കുട്ടി ഏതാ സാർ? അതോ, എന്റെ പെങ്ങടെ മോന്റെ ഭാര്യയാ. എന്താ, നിനക്കറിയാവോ? ഏയ് ഇല്ല, എവിടെയോ കണ്ട പോലെ, അതുകൊണ്ട് ചോദിച്ചതാ. നീ വാ. ഇത് അവളായിരിക്കോ? അന്ന് ആ പെണ്ണിന്റെ കൂടെ ഉണ്ടായിരുന്നവള്? പക്ഷെ ഞങ്ങൾ അവളെ കൊന്നു കളഞ്ഞതല്ലേ? അപ്പോ ഇവളാരാ? കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് എല്ലാം പ്രശ്നം ഉണ്ടാക്കും. നിന്റെയൊക്കെ അന്ത്യം അത് അവളുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. നീയൊക്കെ കുഴിച്ചുമൂടി സത്യങ്ങള് പുറത്തു വരാൻ ഇനി അധിക നാളൊന്നുമില്ല ഫെലിക്സ്. അവള് നാവനക്കിയ തീരും. നീയും നിന്റെ ആ തലവനും. എന്നെ കൊന്നു കളയാൻ നിനക്കൊക്കെ ഉത്തരവ് തന്ന അവൻ ആരാന്ന് അറിയണം എനിക്ക്. അത് അവൾക്കേ പറയാൻ കഴിയും. ആൻഡ് യുവർ കൗണ്ട് ഓൺ സ്റ്റാർട്ട്സ് ഫ്രോം ഹിയർ. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, വന്നതേ ഉള്ളൂ. ദാ ഡ്രസ്. ഒരു 20 മിനിറ്റ്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. തനിക്ക് ചായ വല്ലതും പറയണോ?
വേണ്ട, റെഡി ആയിട്ട് വാ, നമുക്ക് പോകാം. ആ ഇപ്പൊ വരാം. ഈശ്വര, കൊണ്ടുവന്ന ഡ്രസ്സ് ഇഷ്ടാവൂ എന്തോ. ഞാൻ ഓർത്ത ഡ്രസ്സ് തന്നെ ആണല്ലോ അയാൾ എടുത്തത്. മനസ്സ് വായിക്കാനും അറിയോ അപ്പൊ എന്റെ ഭാര്യയ്ക്ക്? എന്തായാലും കൊള്ളാം. നമുക്കിറങ്ങാം. ഈശ്വര, ഇനി എന്ത് കൺട്രോള് കളയും. എന്താടോ താനെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല. എന്നാ വാ പോകാം. ആ അപ്പോ ഗിഫ്റ്റ്? അത് കാറിലിരിപ്പുണ്ട്, ചെന്നിട്ട് കാണിച്ചു തരാം. ശരി. ആ ഡോക്ടർ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണോ ഗിഫ്റ്റ്? ആ തുറന്നു നോക്കുന്നോ? വേണ്ട, എന്തായാലും ഗിഫ്റ്റ് പേപ്പർ ഇട്ട് പൊതിഞ്ഞേക്കുമല്ലേ, ഇനി കൊടുത്തു കഴിഞ്ഞ് കാണാം. ഓക്കെ. ഇവിടെ നിന്നൊരു 1 hour ഡ്രൈവ് കാണും അങ്ങോട്ട്. തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണോ? വേണ്ട, നമുക്ക് വേഗം പോകാം. ഏട്ടനും ചേച്ചി അവിടെ പണിയെടുത്ത് മടുത്തു കാണും. ആ ശരിയാ, വേഗം പോകാം. നല്ല മഴയും വരുന്നുണ്ട്. ആഹാ, പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും വന്നല്ലോ. ആരേട്ടാ? അച്ഛനാ. ഹലോ അച്ഛാ. മോനെ, എല്ലാം സെറ്റല്ലേ? ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ, അങ്ങോട്ട് പോരുവാ. ആ ശരി അച്ഛാ, പോര് പോര്. ഇവിടെ എല്ലാം സെറ്റാ. കുക്കവും നരച്ചനും കൂടി വന്നാ മതി. പിന്നെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ശരി, വെക്കുവാടാ. ഓക്കെ അച്ഛാ. അവര് പുറപ്പെട്ടോ? ആ ഇറങ്ങിയെന്ന്. ദേ മനു അമ്മായിയും ഒക്കെ വന്നു. താൻ വാ. ഡാ മനു. ആ ഏട്ടാ, എന്താ ഉണ്ട്? ഏട്ടത്തി സുഖല്ലേ? ആ സുഖമായിട്ടിരിക്കുന്നു. അമ്മായി? ആ മോളെ, നിന്നെ അന്ന് കല്യാണത്തിന് കണ്ടതാ, പിന്നെ ഇപ്പോഴാ. ഒരുപാട് അങ്ങ് ക്ഷീണിച്ചല്ലോ. അത് പിന്നെ തിരക്കല്ലേ അമ്മായി, ഓരോ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഓടി ഓടി. ഒരാളും കൂടി ഇവിടെ ഉണ്ട്, നമ്മളെയും കൂടി പരിഗണിക്കണം. ഓ, കെട്ടിയെടുത്തായിരുന്നോ കടവാവലിനെ? പോടി കാന്താരി, നിന്നെ പരിഗണിക്കാതെ ഇരിക്കുവോ? വാ എല്ലാരും വാ. മനു വാടാ. ആ വരൂ ഏട്ടാ. ഏട്ടാ നിച്ചു എവിടെ? അവൻ അവിടെ നിന്ന് ഇറങ്ങി കാണത്തേ ഉള്ളൂ. കുറച്ച് കഴിയും അവൻ വരാനായിട്ട്. നീ വാ, വള്ളം കളിക്കുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാ. ഓഹോ, അങ്ങനെങ്കി വാ മോനെ വാ. ദേ അമ്മ, ഇപ്പൊ ഏട്ടൻ പോണ പോക്ക് നോക്കേ. ഇങ്ങോട്ട് പോരുന്നോന്ന് പറഞ്ഞ് വിളിച്ചപ്പോ വടി പിടിച്ച് കിടന്ന ആളാ. ഇപ്പൊ കണ്ടില്ലേ നിരൂപണ്ണ കൂടെ പോകുന്നത്. അളിയ, ഫുഡ് എത്തിയിട്ടുണ്ട്. ആ ഞാൻ വരുന്നു. മനു നീയും കൂടെ വാടാ. ആരാ അളിയ ഇത്? ഇത് ഞങ്ങളുടെ അമ്മാവന്റെ മോനാ, മാനവ് മേനോൻ. ഡോക്ടറാണ്. നമ്മുടെ നരഞ്ചന്റെ കൂടെ പഠിച്ചതാ. ഹായ്, ഹരികൃഷ്ണൻ, സ്മൃതിയുടെ ഒക്കെ അമ്മയുടെ ചേട്ടന്റെ മോന. പറഞ്ഞു വരുമ്പോ ആങ്ങള മുറച്ചെറുക്കൻ ആ കാറ്റഗറി. ഹായ്, മാനവ് മേനോൻ. എനിക്ക് ഇയാളെ എവിടെയോ കണ്ട പോലെ തോന്നുന്നു. അതിനൊരു ചാൻസും ഇല്ല. ഇവൻ നാട്ടിലേക്ക് വന്നിട്ട് തന്നെ വർഷം കുറച്ചായി. അതൊക്കെ പോട്ടെ, വാ ഫുഡിന്റെ കാര്യം നോക്കാം. കൂടിക്കാഴ്ചകളൊന്നും വെറുതെ അല്ലല്ലോ. കാഴ്ചകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന മുഖങ്ങളിലാണ് സത്യം ഒളിച്ചിരിക്കുന്നത്. ഹോ, എന്തൊരു മഴയായത്. മഴ കണ്ടാല് അപ്പൊ ചാടി ഇറങ്ങുന്ന ആളാണോ ഈ പറയുന്നത്? ചിലപ്പോൾ മഴ അനുഗ്രഹ, ചിലപ്പോ ഒരു ശാപം. ഒരുപാട് സങ്കടങ്ങളെ മറച്ചു കളയാനും ഒന്ന് പൊട്ടിക്കരയാനും ഇടയ്ക്കൊക്കെ ആസ്വദിക്കാനും വേണ്ടി ആരോ പണിത് തീർത്തൊരു പ്രതിഭാസം. ചിലപ്പോഴൊക്കെ ഇതുപോലെ കഷ്ടപ്പെടുത്തി വേദനിപ്പിക്കുന്ന ഒരു ശാപവും. ശരിയാണ്. ഈ മഴയ്ക്ക് എന്റെയും നിന്റെയും എന്റെ മധുവിന്റെയും ജീവിതത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട്. അതിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, പ്രതികാരമുണ്ട്, കണ്ണീരുണ്ട്. ഇപ്പോ നീയും ഞാനും എന്നൊരു ലോകമുണ്ട്. റോഡ് കാണാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. നമ്മളിതേ കാട്ടിലേക്ക് കയറുക. താൻ ആ ഡോറ് ലോക്ക്ഡ് ആണോ എന്ന് ശരിക്കും ഒന്ന് നോക്കിക്കേ. ആ, ലോക്ക്ഡ് ആണ്. ഹലോ സാർ, അയാൾ കാട്ടിലേക്ക് കയറി. നമ്മുടെ ആളിനി കാര്യങ്ങൾ നോക്കിക്കോളും. ശരി, കാര്യം കഴിയുമ്പോൾ വിളിച്ചാൽ മതി. ഇനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോ.
ആരോ കൈ കാണിക്കുന്നല്ലോ. സാർ, ഇവിടെ മരമൊക്കെ വീണ് ആകെ ചെളിയൊക്കെ മൂടി കിടക്കുക. നിങ്ങള് ഓപ്പോസിറ്റ് റോഡിലൂടെ പോയിക്കോ. അവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ചാ നല്ല വഴിയാ. കുക്കു, എനിക്ക് ആ വഴി അറിയില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. അയാള് വഴി പറഞ്ഞു തന്നതല്ലേ. അപ്പോ പോയി നോക്കാം അല്ലേ? പോകാം. ഈശ്വര, എന്താ എന്റെ നെഞ്ചിങ്ങനെ കിടന്നിടിക്കുന്നത്? എന്തോ ഒരു പേടി പോലെ. ഏട്ടാ, നല്ല മഴയാണല്ലോ. അച്ഛനും അമ്മയൊന്നും വന്നില്ലല്ലോ. താൻ ഇങ്ങനെ ടെൻഷൻ ആവാതല്ലോ ഭാര്യയെ. അവരിപ്പോ എത്തും. എന്നെ വിളിച്ചായിരുന്നു. ഹലോ മാഡം, ഒന്ന് മൈൻഡ് ആക്കണം. അനുക്കുട്ടി, അപ്പോ എന്നെ മറന്നിട്ടില്ലല്ലേ? എടി പെണ്ണെ, നീ എപ്പോ ലാൻഡ് ചെയ്തു? കൊച്ചച്ഛൻ ഒരു സൂചന പോലും തന്നില്ലല്ലോ. അതാണ് ഞാൻ അനാമിക. വിചാരിക്കാത്ത സമയത്ത് വന്ന് കൺമുന്നിൽ ചാടും. അല്ല, ഇതാണോ എന്റെ അളിയൻ? ഇതാ നിരുപേട്ടൻ. നിരുപേട്ട, ഇത് അച്ഛന്റെ അനിയന്റെ മോള അനാമിക. ഞങ്ങള് അനുക്കുട്ടി എന്ന് വിളിക്കും. ഹലോ അനുക്കുട്ടി, നൈസ് ടു മീറ്റ് യു. അല്ല, അനുക്കുട്ടി ഇപ്പം എന്ത് ചെയ്യാ? ഞാനിപ്പോ ജർമ്മനിയില് MBA ചെയ്തോണ്ടിരിക്കുക ഏട്ടാ. കല്യാണത്തിന് വരാൻ പറ്റിയില്ല, എനിക്ക് എക്സാം ആയിപ്പോയി. അല്ല, അവരാരും എത്തിയില്ലേ? എവിടെ നമ്മുടെ പൊട്ടാസ്? പൊട്ടാസോ? ആ, അത് അവള് കുക്കുവിനെ അങ്ങനെ വിളിക്കാറ്. രണ്ടും തമ്മില് കട്ടുറുമ്പും കടിയുറുമ്പും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഇവരാരേലും ചൊറിഞ്ഞാല് വിധം മാറും. കുക്കു ഇവളെക്കാളും 3 മാസം ഇളയതാ. ഏട്ടത്തി, അങ്കിളും ആന്റി എത്തി. ആണോ? ഡീ, ഞങ്ങളിപ്പോ വരാട്ടോ. മനു, നീ ഈ പൈതലിനെ ഒന്ന് നോക്കിക്കോണേ. ഇത് കൊള്ളല്ലോ ഏറ്റവും. ആരാണോ എന്തോ സിംഗിൾ ആയിരിക്കോ? ഒന്ന് ട്യൂൺ ചെയ്താലോ? ചിരിക്കുന്നുണ്ട്. ആ, ചേട്ടായി ഏതാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആ, ഞാൻ നിരൂപേട്ടന്റെ അമ്മാവന്റെ മോന മാനവ്. മനു എന്ന് വിളിക്കും. ഓ, എന്ത് ചെയ്യുന്നു? ഡോക്ടറാണ്. ഈശ്വര, ഹൈ ലെവൽ ആയിരുന്നു. ലോ ക്ലാസ് ആയിരുന്നല്ലോ, ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് ചെക്കൻ കൊള്ളാം. ഇയാളാരാ? ഞാൻ സ്മൃതി ചേച്ചിയുടെ അച്ഛന്റെ അനിയന്റെ മോള അനാമിക. അനു എന്ന് വിളിക്കും. ജർമ്മനിയില് MBA ചെയ്യുന്നു. അനു, ഒന്നിങ്ങ് വന്നേ. ആ, വരുത് ചേച്ചി. അപ്പോ ചേട്ടായി പിന്നെ കാണാട്ടോ. കാണണം. ഈശ്വര, മറക്കാൻ ശ്രമിക്കും തോറും കഴിഞ്ഞു പോയതൊക്കെ വീണ്ടും വീണ്ടും പൊന്തി വരുവാണല്ലോ. ഇതെന്താ പിള്ളേർ ഇവിടെ നിൽക്കുന്ന സീമേ? ആ, പിള്ളേര് മാത്രമല്ല, വേറെ പലരും ഇവിടെ ഉണ്ട്. നീ വാ നിമ്മി. എടാ അലവലാതി, നീ എന്നോട് കമ്പനി കൂടാന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതിപ്പോ പിള്ളേരൊക്കെ എന്താ ഇവിടെ? ആ, കമ്പനി കൂടാടാ. ഇന്ന് നിനക്ക് കലങ്ങി മറിയാനുള്ള വക ഞങ്ങളും നമ്മുടെ മക്കളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആറാടാം. നീ കേറി വാടാ. ഇതെന്താ അമ്മേ വൈകിയേ? നല്ല മഴയല്ലായിരുന്നോ മോളെ? അതാ. എവിടെ കുക്കു നിരഞ്ജനും? അവരിപ്പോ എത്തും. കേറി വാ. മുത്തച്ഛനും അപ്പൂപ്പനും വല്യച്ഛനും കൊച്ചച്ഛനും എല്ലാരും വന്നിട്ടുണ്ട്. എത്ര നേരം കൊണ്ട് നിങ്ങളെ നോക്കിയിരിക്കാന്നറിയോ? ഇതെന്താ അവരൊക്കെ ഇവിടെ? ഇവിടെ എന്താ വല്ല കല്യാണം നടക്കാൻ പോവാണോ? കല്യാണം ഒന്നും അല്ല എന്റെ നിമ്മിക്കൊച്ചേ. 10-25 വർഷം മുമ്പ് എന്റെ വല്യച്ഛനെ പൊന്നു മോള് കറക്കിക്കൊണ്ട് പോയതല്ലേ. അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടിയാ ഞങ്ങൾ എല്ലാരും പെട്ടി കിടക്കെടുത്ത് ഈ കാട്ടിലോട്ട് പോകുന്നത്. എന്റെ പൊന്നു മോളെ ഒന്ന് പതുക്കെ. ഓ, ഈ പെണ്ണ് സമ്മതിക്കൂല. ഇത് കൊള്ളാലോ സാധനം. അനുമോളെ, നീ എപ്പോ വന്നടി? വന്നിട്ട് 23 കൊല്ലായെന്ന് പറഞ്ഞാ അത് ക്ലീശ ആവില്ലേ. അതുകൊണ്ട് ഞാൻ വന്നിട്ട് സിൽവർ ജൂബിലി ഒന്നും ആയില്ല നിങ്ങളെപ്പോലെ. അല്ലടി മോളെ, നീ വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പോലും അറിയിച്ചില്ലല്ലോ. വിളിച്ചാലും ഇല്ലേലും സമയത്തിന് ഞാനിങ്ങെത്തിയോ? അതാണ് ഈ അനാമിക. നിമ്മി, ഏതായി കുട്ടി? ഇത് ജയേട്ടന്റെ അനിയന്റെ മോളാ അനാമിക. കാണാൻ ജേട്ടനെ പോലെ തന്നെ ഉണ്ട്. അതാന്റി പറഞ്ഞത് ശരിയാ, എല്ലാരും പറയും. വല്യച്ഛനെ മുറിച്ചു വെച്ച പോലെ ഈ പെണ്ണ്. മുറിച്ചു വെക്കാൻ ഞാൻ എന്താ വല്ല അലുവ കഷ്ണമാണോ? ഈ കാന്താരി വാ തുറന്ന ആ കുക്കുവിന്റെ ബാക്കിയാ. ഡേ പൂച്ചക്കുഞ്ഞെ, എന്റെ മോയിലും കുഞ്ഞിനെ വല്ല പറഞ്ഞുണ്ടല്ലോ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. അച്ഛാ, അമ്മേ, വാ കേറി വാ. അവിടെ നിന്ന് രണ്ടാളും ആദ്യം ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ. ദേ, മാറാനുള്ളതൊക്കെ 4 പേർക്ക് ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പോയി ചേഞ്ച് ചെയ്തിട്ട് അകത്തോട്ട് കയറിയാൽ മതി. സ്മൃതി, ഇവരെ കൂട്ടിക്കൊണ്ട് പോ. ആ, ശരി ഏട്ടാ. അനു, നീയും കൂടെ വാ. ആ ചേച്ചി, ദാ വരുന്നു. ഏട്ടാ, നിച്ചു ഇതുവരെ വന്നില്ലല്ലോ. അതാ ഞാനും ഓർക്കുന്നേ. ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. അവരൂടെ വന്നിട്ടില്ലേ പ്രോഗ്രാം തുടങ്ങാൻ പറ്റൂ. കോള് പോകുന്നില്ലടാ. അവന്റെ വൈഫിനെ ഒന്ന് വിളിച്ചു നോക്ക്. ആടാ, വിളിക്കാം. ഷേ, ഔട്ട് ഓഫ് റേഞ്ച്. ഈ പിള്ളേർ ഇത് എവിടെ പോയി കിടക്കുക? മനുഷ്യരെ ടെൻഷൻ ആക്കാനായിട്ട്. ഏട്ടൻ റിലാക്സ് ആയിട്ടിരിക്കെ, അവരിങ്ങ് വരും.
ഇപ്പോ കുക്കു എന്റെ അടുത്തുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞാല് കുക്കുവിനെ എനിക്ക് തനിച്ചൊന്ന് കാണാൻ പോലും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അവളുടെ ഉള്ളില് എന്നോടുള്ള ആ തെറ്റിദ്ധാരണ ഇന്ന് തന്നെ തീർക്കണം. കൊച്ചിലെ അവളുടെ മനസ്സിലേക്ക് ഹരി കുത്തിവെച്ച വിഷം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എനിക്ക് കളയണം. ആ എടോ, നമ്മുടെ ചന്തു അവനിപ്പോ എവിടെയാണെന്നറിയോ? ഇല്ല, ചന്ദ്രേട്ടനൊക്കെ വീട് മാറിപ്പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. മെഡിക്കൽ അലവൻസ് കിട്ടി പോയതല്ലേ. ചെറുപ്പത്തില് ഞാനും ഉണ്ണിയും ചന്തു ഒക്കെ ആയിരുന്നു കൂട്ട്. എന്താ രസമായിരുന്നു അന്നൊക്കെ. പിന്നെ +2 കഴിഞ്ഞ് എല്ലാരും ഓരോ വഴിക്ക് പിരിഞ്ഞു. അന്ന് ഉണ്ണിയുടെ ആ ഇഷ്യൂ കൂടി ആയപ്പോ എന്നെയും ഹരിയെയും അങ്ങ് നാട് കടത്തി. കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റുന്ന സമയം കുക്കു ഇത്. സത്യം എന്താണെന്ന് അറിയണം. ഇനിയും ഹരിയേട്ട മനസ്സിൽ കോരിയിട്ട കനലും കൊണ്ട് നടക്കണ്ട. എടോ, ഹരി ഞാൻ പോയി കഴിഞ്ഞ് തന്റെ പ്രപ്പോസൽ എല്ലാം ചെയ്തായിരുന്നോ? ഇല്ല, ഹരിയേട്ടൻ ഡോക്ടറിനെ പോലെ എന്തോ പഠിക്കാൻ ദൂരേക്ക് പോയിരുന്നു. ഇടയ്ക്കൊന്ന് 2 വട്ടം എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞായിരുന്നു. ഞാനും ഹരിയും പണ്ട് മുതലേ തന്റെ കാര്യത്തില് എപ്പോഴും വഴക്കായിരുന്നു. അന്ന് ഉണ്ണിയുടെ തല പൊട്ടിയതും തന്റെ പേര് തുടങ്ങിയ വഴക്കിന്റെ പേരില്ല. എന്റെ പേരിലോ? ഞങ്ങളിൽ ആർക്കാ മെഡിക്കൽ അലവൻസ് കിട്ടുന്നത് ആ ആൾക്ക് സ്വന്തമായിരിക്കും കുക്കു. അതായിരുന്നു അന്നത്തെ ബെറ്റ്. പ്രായത്തിന്റെ ഓരോരോ എടുത്തുചാട്ടങ്ങള്. അന്ന് ഹരിയ ഇതൊക്കെ തുടങ്ങി വെച്ചത്. അപ്പോ അതായിരുന്നു കാര്യം. ഞാൻ ബാംഗ്ലൂർ പോകുന്നതിന്റെ തലേ ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ ഹരിയെ പിന്നെ കണ്ടത്. അന്ന് കാവിൽ വെച്ച്. അതെ, കാവിൽ വെച്ച് തന്നെ. അന്നും എന്തോ പറഞ്ഞ് എന്നോട് ഉടക്കാൻ വന്നായിരുന്നു. തന്റെ പേരും പറഞ്ഞ്. അലനായിരുന്നു എന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയത്. എന്നിട്ട് ആ പോട്ടൻ എനിക്കൊരു നാടകം പഠിക്കാൻ തന്നു. എന്താ നാടകം? അവന്മാർക്ക് ആ കൊല്ലം ഉത്സവത്തിന് നാടകം നടത്തണം എന്നൊരാഗ്രഹം നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോ അതിനുള്ള സ്ക്രിപ്റ്റും സംവിധാനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചത് അലനായിരുന്നു. നാടകത്തില് ഉണ്ണി ചെയ്തോണ്ടിരുന്ന റോള് അവനില്ലാത്തത് കൊണ്ട് ഞാനാ ചെയ്തത്. ആ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തുവായിരുന്നു? ആ നാടകത്തിലെ നായകൻ ഡോക്ടർ ആവാൻ പഠിക്കാൻ പോവുക. അപ്പോ കൂട്ടുകാര് പറയും നീ തിരിച്ചു വരുമ്പോ ഇനി ഒരു കല്യാണം കൂടാന്നൊക്കെ. അപ്പോ നായകൻ ചോദിക്കും നീ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടോന്ന്. അപ്പോ അവര് പറയും നിന്റെ പിന്നാലെ ഒരുത്തിയില്ലേ, നിന്റെ വാല് അതിനെ കെട്ടിയാ പോരേന്ന്. ഇതായിരുന്നു ആ നാടകത്തിലെ ഡയലോഗ്. എന്നിട്ട് നാടകം കളിച്ചോ? അതുമില്ല, പൊട്ടന്മാര് വെറുതെ സമയം കളയാനായിട്ട്. അപ്പോ ഞാനന്ന് കേട്ട് തെറ്റിദ്ധരിച്ചത് ഈ നാടകത്തിന്റെ ഡയലോഗ് കേട്ടിട്ടാണോ? ഈശ്വര, എന്നിട്ട് ഞാൻ എന്തൊക്കെ ചേട്ട പറഞ്ഞത്? ആ പാവത്തിന് അന്ന് ഞാൻ അന്ന് ആ ഡയലോഗ് പറഞ്ഞ് കംപ്ലീറ്റ് ആവും മുമ്പേ സൗമ്യ വന്നായിരുന്നു എന്നെ കാണാൻ. നമ്മുടെ സൂരജന്റെ പെങ്ങളില്ലേ അവള്. സൗമ്യേച്ചി പാവം, അവൾ ഒരുപാട് വിഷമിച്ച എന്നെ കാണാൻ വേണ്ടി വന്നത്. ചന്തു ഉണ്ടായിരുന്നു തോന്നുന്നു അന്ന് എന്റെ കൂടെ. ഉണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ആരോ വിളിച്ചപ്പം അവൻ അങ്ങോട്ട് പോയതാ. ഉണ്ണിയുടെ കാര്യം പറഞ്ഞ് പാവം നല്ല കരച്ചിലായിരുന്നു. പൈസയൊന്നുമില്ല, നിച്ചോട്ടം കൂടി പോയാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിങ്ങി പൊട്ടിക്കറിഞ്ഞു. ഞാൻ പിന്നെ കെട്ടിപ്പിടിച്ച് കുറെ ആശ്വസിപ്പിച്ചിട്ടൊക്കെയാ വിട്ടത്. എന്റെ കഴുത്തി കിടന്ന മാല ഊരി കൊടുത്തു ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി. പാവം, അവളന്ന് ഒരുപാട് വിഷമിച്ചാ വന്നത്. എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല. എനിക്ക് മീനാക്ഷിയെ പോലെ തന്നെ അവളും. ഈശ്വര, ഇതൊക്കെയായിരുന്നു സത്യാവസ്ഥ. ഞാനിതൊന്നും അറിയാതെ ഹരിയേട്ടനെ വാക്ക് കേട്ട് എന്തോരാക്കി ചേട്ടനെ. ഈശ്വര, മിസ്റ്റർ ഹരികൃഷ്ണൻ, യു ഗോണ പേ ഫോർ ദിസ്. ഇവിടന്ന് ലെഫ്റ്റ് തിരിയാനല്ലേ പറഞ്ഞത്? അതെ. ആ ഡോക്ടർ ലെഫ്റ്റ് തിരിഞ്ഞു. വേണ്ടത് ചെയ്തോ? ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? എന്താടോ താൻ ചോദിച്ചോ? അവസാന സംശയം ഇവിടെ കൊണ്ട് അവസാനിക്കുമാവേ. സോ ബി റെഡി ടു ഹാൻഡിൽ ഇറ്റ്. എനിക്ക് ചെറിയൊരു പണിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഏട്ടാ, കുക്കു നരഞ്ജനും വന്നില്ലല്ലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അളിയ, കുക്കു എവിടെ? അവളെന്താ വരാത്തത്? അവള് നരഞ്ജന്റെ കൂടെയാ വരുന്നത്. ഇങ്ങ് എത്തിയില്ല ഇതുവരെ. വാട്ട്? നരഞ്ജന്റെ കൂടെയോ? അവര് ഒന്നിച്ചു വന്നോളാന്ന് പറഞ്ഞായിരുന്നു. ഓ മൈ ഗോഡ്, വാട്ട് ദ ഹെൽ ഈസ് ദിസ്? കുക്കു അവന്റെ കൂടെ ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അവന്മാരിപ്പോ അവന്റെ പണി തീർത്ത് കാണും. അതിന്റെ കൂടെ കുക്കു? നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഓ, ഈ നായിന്റെ മോൻ എന്താ ഫോൺ എടുക്കാത്തത്? കുക്കു നരഞ്ജന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൾ അപകടത്തിൽപ്പെടും. മാത്രമല്ല ഇതിന്റെ പിന്നിലെ ഞാനാണെന്ന് അവൾക്ക് മനസ്സിലാവും. ഞാനിപ്പോ എന്താ ചെയ്യാ? ആ പുല്ലനെ തന്നെ വിളിക്കാം. Damn it. അന്ന് ബാംഗ്ലൂർ പോകുന്നതിന്റെ തലേന്ന് എന്റെ കൂടെ എന്താ കാവില് വരാഞ്ഞത്? അന്ന് എനിക്ക് തിരക്കായിരുന്നില്ലേ. അതിന്റെ കൂടെ ആ മീനാക്ഷിയുടെ കിന്നാരും എല്ലാം കൂടി റിലേ തീറ്റി നിൽക്കുമായിരുന്നു. താൻ എന്നെ കാവില് പോകാൻ വിളിച്ചിട്ട് പോയില്ലേ.
അത് കഴിഞ്ഞ് അവൾ കയറി വന്ന് എന്നെ കുറെ ശല്യം ചെയ്തു. പാവം എൻ്റെ അമ്മ. അവളോടുള്ള ദേഷ്യം മുഴുവൻ ഞാൻ അമ്മയോടാ പറഞ്ഞു തീർത്തത്. അപ്പോ മീനാക്ഷിന്നായിരുന്നല്ലേ അങ്ങനെയൊക്കെ? എന്നെ ആയിരുന്നില്ല. ഞാൻ വെറുതെ നിരഞ്ജനേട്ടനെ തെറ്റിദ്ധരിച്ചു. എന്തോരം വെറുത്തു എന്നൊക്കെ. ഞാൻ എന്താ ദൈവമേ ഈ കാട്ടിക്കൂട്ടിയത്, അതും മനസ്സിൽ വെച്ച്. സത്യമായിട്ടും ഇപ്പൊ കിച്ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഒന്ന് പൊട്ടിക്കരയാൻ എനിക്ക് തോന്നുന്നുണ്ട്.